10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചർച്ചയിൽ യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനായി ലുക്കൌട്ട് നോട്ടീസ്. മുഹമ്മദ് ഷുഹൈബ് വിദേശത്തേക്ക് കടക്കുന്നത് തടയുന്നതിനാണ് പോലീസ് നീക്കം. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുഹമ്മദ് ഷുഹൈബിന് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായേക്കുമെന്ന് ഇന്നലെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിശദാംശങ്ങൾ. അനുജ, ചോദ്യപേപ്പർ ചർച്ചയിൽ നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ക്രൈംബ്രാഞ്ച്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ MS സൊല്യൂഷൻ CEO ഷുഹൈബിനായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. ഷുഹൈബ് വിദേശത്തേക്ക് കടക്കുന്നത് തടയുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ ഈ ഷുഹൈബിനായുള്ള ഒരു ലുക്കൌട്ട് സർക്കുലർ ഒക്കെ തയ്യാറാക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിരുന്നു. ഇയാളെ കഴിഞ്ഞ ദിവസം ഹാജരാകണമെന്ന് പറഞ്ഞാണ് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. പക്ഷേ ഇയാൾ ഹാജരായിരുന്നില്ല. ഇതിന്റെ തുടർ നടപടി എന്നോണമാണ് ഇപ്പോൾ വിദേശത്തേക്ക് കടക്കുന്നത് തടയാൻ ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രൈംബ്രാഞ്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിന്റെ ഭാഗമായി ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ വ്യക്തമാക്കിയിരുന്നത്, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷന്റെ പങ്ക് അത് കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷന് പങ്കുണ്ട്, അതിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിന്റെയൊക്കെ ചുരുളഴിയണമെങ്കിൽ ഏത് രീതിയിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയാണ് നടന്നിട്ടുള്ളത്, അത് എങ്ങനെയാണ് MS സൊല്യൂഷന്റെ കയ്യിലേക്ക് എത്തിയത്, ഷുഹൈബിന്റെ കയ്യിലേക്ക് എത്തിയത്, ഇതിനൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനായാണ് കഴിഞ്ഞ ദിവസം ഷുഹൈബിന് നോട്ടീസ് നൽകിയിരുന്നത്. ഷുഹൈബിന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. അതായത് ഈ FIR ഇട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഷുഹൈബ് ഒളിവിൽ പോയിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഇയാളുടെ വീട്ടിലെത്തുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 11 മണിക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് എത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇയാൾ ഹാജരായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷയൊക്കെ നൽകിയിരുന്നു. ഏതായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇയാൾ വിദേശത്തേക്ക് കടക്കുന്നത് തടയുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. മറ്റൊരു കാര്യം, ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലുണ്ട്. ഇന്നലെ ഇയാൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിച്ചിരുന്നു. അത് 31ലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ഇയാൾ കേരളം വിട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള നിഗമനമുണ്ടോ പോലീസിന്? തീർച്ചയായും അനുജ, ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ, അതായത് ഈ ഒരു വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. നേരെ മറിച്ച് തൻ്റെ യൂട്യൂബ് ചാനലുകളിലൂടെ ഇയാൾ തൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. MS സൊല്യൂഷന് ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ല, തങ്ങൾ നടത്തിയത് പ്രവചനം മാത്രമാണ് തുടങ്ങിയ കാര്യങ്ങൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ MS സൊല്യൂഷൻ CEO ആയ ഷുഹൈബ് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും FIR ഇടുകയും ചെയ്തത്. ഈ FIR-ൽ ഈ MS സൊല്യൂഷനെയാണ് പ്രതി ചേർത്തിരുന്നത്. ഏതായാലും അതിനു പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോകുന്നതും ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആകുന്നതും. തുടർന്ന് തന്നെ ഇയാൾ ഹാജരാകണമെന്നാവശ്യപ്പെട്ട ഒരു നോട്ടീസ് ക്രൈംബ്രാഞ്ച് നൽകുന്നു. പക്ഷേ ഇയാൾ ഹാജരാകാൻ ആവശ്യപ്പെട്ട സമയത്ത് ഹാജരാകുന്നില്ല. ഒപ്പം ഈ MS സൊല്യൂഷനിലെ തന്നെ 3 അധ്യാപകർക്കും നോട്ടീസ് നൽകിയിരുന്നു. അവർ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടുള്ളത് നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകാമെന്നുള്ള കാര്യമാണ്. പക്ഷേ CEO ആയിട്ടുള്ള ഷുഹൈബ് അത്തരത്തിലുള്ള ഒരു മറുപടിയും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യത അന്വേഷണ സംഘം മുന്നിൽ കാണുന്നത്. ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. അനുജ, ചോർച്ചയിലാണ് യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. വിദേശത്തേക്ക് കടക്കുന്നത് തടയുക എന്നതിനാണ് പോലീസിന്റെ ഈ നീക്കം. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായിരുന്നു, എന്നാൽ ഷുഹൈബ് ഹാജരായില്ല.